നമസ്കാരം. ഇന്ന് നമ്മൾ മഹാഭാരതത്തിലെ വളരെ സവിശേഷമായ ഒരു രംഗത്തെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. അതൊരു മരണമാണ്. പക്ഷെ വെറുമൊരു മരണമല്ല. ഭീഷ്മദേവന്റെ വിടവാങ്ങൽ, അദ്ദേഹത്തിന്റെ ജീവിതം, കടമ, ഭക്തി, ഇതിൽ നിന്നെല്ലാം നമുക്ക് എന്താണ് പഠിക്കാനുള്ളതെന്ന് നോക്കാം. ആ രംഗം ഒന്ന് മനസ്സിൽ കാണാൻ ശ്രമിക്കൂ. ഇതിഹാസത്തിലെ ആ മഹായോദ്ധാവ് ഭീഷ്മദേവൻ അമ്പുകളാൽ തീർത്തൊരു ശയ്യയിൽ കിടക്കുകയാണ്. പക്ഷെ ആ മുഖത്ത് വേദനയല്ല, മറിച്ച് എന്തെന്നില്ലാത്തൊരു ശാന്തതയാണ്. കാരണം ആ അവസാന നിമിഷങ്ങളിൽ അദ്ദേഹത്തിന്റെ ശ്രദ്ധ മുഴുവൻ മുന്നിൽ നിൽക്കുന്ന ആ ദിവ്യരൂപത്തിലാണ്, സാക്ഷാൽ ശ്രീകൃഷ്ണനിൽ. അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം വരും, അല്ലേ? എങ്ങനെയാണ് ഒരാൾക്ക് മരണസമയത്ത് ഇത്രയും പൂർണ്ണമായ ഏകാഗ്രതയും സമാധാനവും നേടാൻ കഴിയുന്നത്? ഈ ഒരു ചോദ്യത്തിനുള്ള ഉത്തരമാണ് നമ്മൾ ഭീഷ്മരുടെ ജീവിതത്തിലൂടെയും അദ്ദേഹത്തിന്റെ അവസാന ഉപദേശങ്ങളിലൂടെയും കണ്ടെത്താൻ പോകുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ഭീഷ്മരുടെ മരണത്തെക്കുറിച്ച് ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ അദ്ദേഹം ഈ ലോകത്തോട് വിട പറയുന്നതിന് തൊട്ടുമുൻപ് നൽകിയ ജ്ഞാനത്തെക്കുറിച്ച് നമ്മൾ ആദ്യം അറിയണം. എല്ലാം തുടങ്ങുന്നത് ഒരു ചോദ്യത്തിൽ നിന്നാണ്. പുതിയ രാജാവായ യുധിഷ്ഠിരൻ ചോദിച്ച ഒരു ചോദ്യം. ഒന്നാലോചിച്ചു നോക്കൂ. രാജാവായ യുധിഷ്ഠിരന് മാർഗനിർദ്ദേശം വേണം. അദ്ദേഹം ഉപദേശം തേടി ചെല്ലുന്നത് ആരോടാണെന്നോ? ശരശയ്യയിൽ മരണത്തെ മുഖാമുഖം കാണുന്ന ഭീഷ്മരുടെ അടുത്തേക്ക്. അദ്ദേഹം ചോദിക്കുകയാണ്, എന്താണ് ഒരു ഭരണാധികാരിയുടെ യഥാർത്ഥ കടമകൾ? എങ്ങനെയാണ് നല്ലൊരു സമൂഹം കെട്ടിപ്പടുക്കേണ്ടത്? ഇതിൻ്റെയൊക്കെ അടിസ്ഥാന തത്വങ്ങൾ എന്തൊക്കെയാണ്? ഭീഷ്മർ നൽകുന്ന ഉപദേശങ്ങളുടെയെല്ലാം കാതൽ വർണ്ണാശ്രമധർമ്മം എന്ന ആശയമാണ്. അതായത് സമൂഹത്തിൽ ഓരോ വ്യക്തിക്കും അവരവരുടേതായ ഒരു പങ്കുണ്ട്. ഈ പങ്ക് ഭംഗിയായി നിർവഹിക്കുമ്പോഴാണ് സമൂഹത്തിന് ഒരു കെട്ടുറപ്പുണ്ടാകുന്നത്. അതുമാത്രമല്ല, അത് ഓരോ വ്യക്തിയുടെയും ആത്മീയമായ വളർച്ചയ്ക്കും അത്യാവശ്യമാണ്. ഇതിൻ്റെ എല്ലാം അവസാന ലക്ഷ്യം ഒന്നേയുള്ളൂ: ആത്മസാക്ഷാത്കാരം. അപ്പോൾ ഭീഷ്മരുടെ കാഴ്ചപ്പാടിൽ ഈ സാമൂഹിക ക്രമം എങ്ങനെയായിരുന്നു എന്ന് നോക്കാം. പ്രധാനമായും 4 വിഭാഗങ്ങൾ. ബ്രാഹ്മണർ, അതായത് ബുദ്ധിജീവികൾ. അവരുടെ ജോലി ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുക, പഠിക്കുക, പഠിപ്പിക്കുക എന്നൊക്കെയാണ്. പിന്നെ വരുന്നത് ക്ഷത്രിയരാണ്, ഭരണവർഗം. ദാനം ചെയ്യുക, ജനങ്ങളെ സംരക്ഷിക്കുക, ധീരരായിരിക്കുക, ഇതൊക്കെയാണ് അവരുടെ കടമ. അടുത്തത് വൈശ്യർ, അതായത് വ്യാപാരി സമൂഹം. കൃഷി, കച്ചവടം, ഭക്ഷ്യവിതരണം എന്നിവയൊക്കെ അവരുടെ ചുമതലയാണ്. അവസാനമായി ശൂദ്രർ, തൊഴിലാളി വർഗം. മറ്റുള്ള 3 വിഭാഗങ്ങളെയും ആത്മാർത്ഥമായി സേവിക്കുക എന്നതാണ് അവരുടെ ധർമ്മം. ഇങ്ങനെ ഒരു തൊഴിൽ വിഭജനം സമൂഹത്തിന്റെ സുഗമമായ നടത്തിപ്പിന് അത്യാവശ്യമാണെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പക്ഷം. പക്ഷേ ഈ തൊഴിൽപരമായ കടമകൾ മാത്രം പോരാ. അതിനു മുകളിൽ ഏത് വിഭാഗത്തിൽപ്പെട്ട ആളായാലും ശരി, എല്ലാവർക്കും വേണ്ട ചില അടിസ്ഥാന ഗുണങ്ങളുണ്ട് എന്ന് ഭീഷ്മർ അടിവരയിട്ട് പറയുന്നുണ്ട്. എന്തൊക്കെയാണെന്നല്ലേ? കോപിക്കാതിരിക്കുക, കള്ളം പറയാതിരിക്കുക, ഉള്ളതെല്ലാവർക്കുമായി പങ്കുവയ്ക്കുക, ക്ഷമിക്കാൻ പഠിക്കുക, അങ്ങനെ 9 കാര്യങ്ങൾ. ശരിക്കും പറഞ്ഞാൽ ഇതാണ് ഒരു പരിഷ്കൃത സമൂഹത്തിന്റെ ധാർമ്മികമായ അടിത്തറ എന്നാണ് അദ്ദേഹം വിശ്വസിച്ചത്. ഇതുവരെ നമ്മൾ കേട്ടത് ഭീഷ്മർ ലോകത്തിന് നൽകിയ ഉപദേശങ്ങളാണ്. ഇനി നമുക്ക് അദ്ദേഹത്തിന്റെ ഉള്ളിലേക്കൊന്ന് നോക്കാം, അദ്ദേഹത്തിന്റെ ആന്തരിക ലോകത്തേക്ക്. അവിടെയാണ് കൃഷ്ണനോടുള്ള അദ്ദേഹത്തിന്റെ അഗാധമായ, വളരെ വ്യക്തിപരമായ ഭക്തി നമുക്ക് കാണാൻ കഴിയുന്നത്. അവിടെയാണ് നമ്മളെ ശരിക്കും അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമുള്ളത്. മരണക്കിടക്കയിൽ കിടക്കുന്ന ഭീഷ്മർ എന്താണ് ധ്യാനിക്കുന്നതെന്നറിയാമോ? യുദ്ധക്കളത്തിലെ ഓർമ്മകളാണ്. അതിലും വിചിത്രം, അദ്ദേഹം ഓർക്കുന്നത് സ്വന്തം അമ്പുകളേറ്റ് മുറിവേറ്റു നിൽക്കുന്ന കൃഷ്ണന്റെ രൂപമാണ്. ഇതൊരു വലിയ വിരോധാഭാസമല്ലേ? ഒന്നാലോചിച്ചു നോക്കൂ. ഒരു വശത്ത് യുദ്ധക്കളത്തിൽ കൃഷ്ണന്റെ പക്ഷത്തിനെതിരെ കഠിനമായി പോരാടുന്ന ഭീഷ്മർ, മറുവശത്ത് അതേ കൃഷ്ണനെ തന്റെ ഹൃദയത്തിൽ പരമദൈവമായി ആരാധിക്കുന്ന ഭക്തനായ ഭീഷ്മർ. എങ്ങനെയാണ് ഈ രണ്ടും ഒരാളിൽ ഒന്നിക്കുന്നത്? ഭീഷ്മരുടെ ഓർമ്മകളിലെ ആ ഏറ്റവും തീവ്രമായ നിമിഷം ഏതാണെന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. തന്റെ പ്രിയപ്പെട്ട ഭക്തനായ അർജുനനെ രക്ഷിക്കാൻ വേണ്ടി യുദ്ധത്തിൽ ആയുധമെടുക്കില്ലെന്ന സ്വന്തം പ്രതിജ്ഞ പോലും കൃഷ്ണൻ ലംഘിച്ച ആ ഒരു നിമിഷം. ഒരു സിംഹം ആനയുടെ നേർക്ക് പാഞ്ഞെടുക്കുന്ന പോലെയാണ് കൃഷ്ണൻ തന്റെ നേർക്ക് വന്നതെന്ന് ഭീഷ്മർ ഓർക്കുന്നു. ആ സ്നേഹത്തിന്റെ ആഴമാണ് അദ്ദേഹം ആ മരണക്കിടക്കയിൽ ധ്യാനിക്കുന്നത്. അപ്പോ നമുക്ക് വീണ്ടും ആ ശരശയ്യയിലേക്ക് വരാം. ഭീഷ്മർ തന്റെ ശരീരം ഉപേക്ഷിക്കാൻ തിരഞ്ഞെടുത്ത ആ രീതി, അതിനു പിന്നിൽ വലിയൊരു ആത്മീയ പ്രാധാന്യമുണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഭീഷ്മർക്കൊരു പ്രത്യേക വരമുണ്ടായിരുന്നു, അല്ലേ? തനിക്ക് ഇഷ്ടമുള്ള സമയത്ത് മരിക്കാമെന്ന വരം. അതുകൊണ്ട് അദ്ദേഹം വെറുതെ മരിക്കാൻ തയ്യാറായില്ല. യോഗികൾ ശരീരം വിടാൻ ഏറ്റവും ഉത്തമമെന്ന് കരുതുന്ന ഒരു സമയമുണ്ട്, സൂര്യൻ ഉത്തരായനത്തിലേക്ക് പ്രവേശിക്കുന്ന സമയം. ആ ഒരു ശുഭമുഹൂർത്തത്തിനായി അദ്ദേഹം കാത്തിരുന്നു. അദ്ദേഹത്തിന്റെ വിടവാങ്ങലിനെ ശരിക്കും ഒരു കല എന്ന് തന്നെ വിശേഷിപ്പിക്കാം. അതിന് കൃത്യമായ പടികളുണ്ടായിരുന്നു. ഒന്നാമതായി, അദ്ദേഹം സംസാരിക്കുന്നത് പൂർണ്ണമായും നിർത്തി, നിശ്ശബ്ദനായി.
രണ്ടാമത് തന്റെ മനസ്സിനെ പുറത്തുള്ള എല്ലാ കാര്യങ്ങളിൽ നിന്നും ഉള്ളിലേക്ക് വലിച്ചു. മൂന്നാമത് തുറന്ന കണ്ണുകൾ കൃഷ്ണനിൽ മാത്രം ഉറപ്പിച്ചു നിർത്തി. അവസാനം നാലാമത്തെ പടി തന്റെ മനസ്സിനെയും വാക്കിനെയും കാഴ്ചയെയും എല്ലാ പ്രവൃത്തികളെയും പരമാത്മാവിൽ ലയിപ്പിച്ചു. ഇതൊരു പൂർണ്ണമായ സമർപ്പണമായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ ശ്വാസം നിലച്ചു. ആ മഹത്തായ ജീവിതത്തിന് തിരശീല വീണു. ഭീഷ്മരുടെ വിയോഗം അവിടെയുണ്ടായിരുന്നവരെയും ലോകത്തെയും എങ്ങനെയാണ് ബാധിച്ചത്? അതൊരു വെറും മരണമായിരുന്നില്ല, അതൊരു യുഗത്തിന്റെ അവസാനവും പുതിയൊന്നിന്റെ തുടക്കവുമായിരുന്നു. അദ്ദേഹം ശരീരം വെടിഞ്ഞ ആ നിമിഷം ഭൂമിയിൽ മാത്രമല്ല, സ്വർഗ്ഗത്തിലും അതിന്റെ പ്രതികരണങ്ങളുണ്ടായി. മനുഷ്യരും ദേവന്മാരും ഒരുപോലെ വാദ്യങ്ങൾ മുഴക്കി ആകാശത്തുനിന്ന് പൂക്കൾ വർഷിച്ചു. അവിടെ കൂടിയിരുന്നവരെല്ലാം പകലവസാനിക്കുമ്പോൾ പക്ഷികൾ നിശ്ശബ്ദരാകുന്നതുപോലെ ഒരു നിമിഷം നിശ്ചലരായി. മഹർഷിമാരെല്ലാം കൃഷ്ണനെ സ്തുതിച്ചുകൊണ്ട് അവർ അവരുടെ ആശ്രമങ്ങളിലേക്ക് മടങ്ങിപ്പോയി. പ്രപഞ്ചം മുഴുവൻ ആ വിടവാങ്ങലിന് സാക്ഷ്യം വഹിക്കുകയായിരുന്നു. അങ്ങനെ എല്ലാ അന്ത്യകർമ്മങ്ങൾക്കും ശേഷം യുധിഷ്ഠിര മഹാരാജാവ് തന്റെ ഭരണം ആരംഭിച്ചു. പക്ഷേ അദ്ദേഹം ഇപ്പോൾ തനിച്ചല്ല. അദ്ദേഹത്തെ നയിക്കാൻ ശരശയ്യയിൽ നിന്ന് ലഭിച്ച ആ കാലാതീതമായ ജ്ഞാനമുണ്ട് കൂടെ. അത് തന്നെയായിരുന്നു ഭീഷ്മരുടെ യഥാർത്ഥ പൈതൃകം. അപ്പോ ഭീഷ്മരുടെ ഈ കഥ അർത്ഥപൂർണമായൊരു മരണത്തിന്റെ ഏറ്റവും വലിയ മാതൃകയാണ് നമുക്ക് മുന്നിൽ വയ്ക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. ഇന്നത്തെ ഈ ലോകത്ത് നമ്മുടെ ജീവിതത്തിന്റെ അവസാനത്തിന് എന്താണ് അർത്ഥം നൽകുന്നത്?